CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ വിവാദം. പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കേണ്ടെന്ന് കുടുംബം. പിന്നിൽ നിന്ന് കുത്തിയവർ മൃതദേഹം കാണാൻ വരേണ്ടെന്നും കുടുംബം. എവിടുന്നോ ആരെങ്കിലൊക്കെ വന്നിട്ട് അത്രയും കാലം ഉപദ്രവിച്ച ആൾക്കാർ, പുള്ളി ഇപ്പോൾ മരിക്കാനായിട്ടുള്ള മാനസികമായ വിഷമത്തിന് കാരണമായ ആൾക്കാർ ഒന്നൊന്നും അല്ലാണ്ട് ഞാൻ പറയുന്നത്. അവർ കാരണം മരിച്ചു എന്നല്ല പറയുന്നത്. കാരണം സമയമായാൽ മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിന് കാരണക്കാരായവർ ഒരു സാധനം പൊക്കി പിടിച്ചിങ്ങോട്ട് വരരുത്. ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം പറഞ്ഞെന്നൊക്കെ പറയുന്നു. അവർ തഴഞ്ഞ ഒരാൾ പിന്നെ എന്തിനാ അവർ ഇതിൻ്റെ പിന്നാലെ നടക്കണേ? അപ്പോൾ അതിൽ വേറെ എന്ത് ഉദ്ദേശമുണ്ട്? അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ തഴഞ്ഞ് അവർക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തിയ ഒരാളുടെ പിന്നാലെ ഇവരൊക്കെ നടക്കണതിനാന്നേ. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയത് പി രാജുവിന് ആഘാതമായെന്ന മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ നടപടിയുടെ പേരിൽ അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. അദ്ദേഹം കൺട്രോൾ കമ്മീഷനെ സമീപിച്ചു. അനുകൂല തീരുമാനം ഉണ്ടായതൊക്കെയാണ്. പക്ഷെ എന്നിട്ടും ഈ പാർട്ടി നേതൃത്വം കനിഞ്ഞില്ല എന്നുള്ള ആരോപണം ഇപ്പോൾ സജീവമായി തന്നെ നിലനിൽക്കുകയാണല്ലോ. വിവാദത്തിന് അടിസ്ഥാനം എന്താണ് വിഷ്ണു? ഉമേഷ്, ഇന്ന് രാവിലെയാണ് പി രാജുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ തന്നെ നാളെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എറണാകുളം ജില്ലാ ഓഫീസിൽ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്നൊരു ഗുരുതര ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലയളവിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു 2.5 കോടി രൂപയുടെ അഴിമതി ആരോപണം, ക്രമക്കേട് ആരോപണം ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിനും അന്ന് അദ്ദേഹത്തിനൊപ്പം കമ്മിറ്റിയിലുണ്ടായിരുന്ന ട്രഷറർ MT നിക്സനുമെതിരെയാണ് ആ ആരോപണം ഉയർന്നു വന്നത്. 2.5 കോടി രൂപയുടെ ക്രമക്കേടെന്നായിരുന്നു ആരോപണം. പിന്നീട് ആ ആരോപണം വിശദമായി അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി കൺട്രോൾ കമ്മീഷനെ നിയോഗിച്ചു. എന്നാൽ ആ അന്വേഷണത്തിൽ ഈ ക്രമക്കേട് അത് 4.5 ലക്ഷം രൂപയായി കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടി നേതാക്കൾക്കടക്കം വലിയ ആശ്ചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കൺട്രോൾ കമ്മീഷൻ അടക്കം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചെടുക്കണം. അന്ന് നടപടി ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ, അന്വേഷണമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. എന്നാൽ കൺട്രോൾ കമ്മീഷന്റെ ഈ കണ്ടെത്തലിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും പാർട്ടി സ്ഥാനങ്ങളിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഈ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. MT നിക്സനെ പക്ഷേ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ആ കഴിവ് പി രാജുവിനോട് സ്വീകരിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു മനോവിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആശുപത്രിയിൽ വന്ന ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ആശുപത്രി കിടക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം അത് അടുത്ത ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ എറണാകുളത്തെ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു പി രാജു. പറവൂർ മണ്ഡലത്തിൽ നിന്ന് 2 തവണ വിജയിച്ച ആളാണ്. ഒപ്പം എറണാകുളത്തെ CPIയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹത്തിനോട് ഉന്നയിച്ചു വരികയും ആ ആരോപണത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി കുറ്റമുക്തനൊക്കെ ആയെങ്കിലും പാർട്ടി അതിനെ ഗമനിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട അതൃപ്തിക്ക് കാരണം. ഈ പൊതുദർശനത്തിന് പാർട്ടി ഓഫീസിൽ വെക്കേണ്ടതില്ല എന്നും ഒപ്പം കൊടി പോലും പുതപ്പിക്കേണ്ടതില്ല എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് കുടുംബം പോവുകയാണ്. ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ കമ്മിറ്റിയിലുള്ള ജില്ലാ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അവർ ആ മൗനം തുടരുന്നത്. ഒരുപക്ഷെ സംസ്ഥാന നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.